ഹായ് മകളെ, വളരെയധികം സങ്കടത്തോടു കൂടിയും അതിനേക്കാളേറെ പ്രതീക്ഷയോടു കൂടിയുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ 10-15 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ടഫായിട്ട് വന്ന ഒരു +1 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ വേണം ഇതിനെ പറയാൻ. നിങ്ങളെല്ലാവരും തന്നെ ഏറ്റവും അധികം A+ പ്രതീക്ഷിച്ച് പോയൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ചോദ്യപേപ്പർ കണ്ട സമയത്ത് പല ആളുകൾക്കും സങ്കടം വന്നു. ആൻസർ എഴുതി തീർക്കാൻ പലർക്കും പറ്റുന്നില്ല, ഒരുപാട് സമയമെടുക്കുന്നു. A+ പോയിട്ട് A ഗ്രേഡോ അല്ലെങ്കിൽ പാസ്സാവുമോ എന്ന് പോലും പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമുക്കറിയാം, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു മാതൃകാ ചോദ്യ പേപ്പർ തന്നെ ആയിരിക്കണം. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നിങ്ങളുടെ ഇപ്രാവശ്യത്തെ +1 എക്സാം എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഒരുപാട് ദിവസം അത്രയധികം ടൈം എടുത്ത് എത്രത്തോളം ചോദ്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയ കുട്ടികളാണ്. ഒരു ദിവസം പോലും ഉറങ്ങാതെ ക്ലാസ് എടുത്ത ദിവസങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നലെ രാത്രിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അത്രയും ക്ലാസ്സുകളൊക്കെ എടുത്ത് അത്രയും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് 11 മണിക്കൂർ ക്ലാസ്സുകൾ കണ്ട് ഏകദേശം 5 മണി മുതൽ 12 വരെ വീണ്ടും 7 മണിക്കൂറോളം ക്ലാസ്സുകൾ തന്ന് അത്രയും ഞങ്ങൾക്കുണ്ടാവുന്ന അത്രയും ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് നിങ്ങളെ എക്സാം ഹോളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അവസാനം കുട്ടികൾ വന്ന് പറഞ്ഞ കുറച്ച് കമൻസുകളുണ്ട്. അത് അത്രയധികം നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾക്കൊരു എക്സാം എളുപ്പമാവുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും. നിങ്ങൾക്കൊരു എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ സങ്കടപ്പെടുന്നതും ഞങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, സാറ് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഒന്നും തന്നെ വന്നിട്ടില്ല. കുറേ കുട്ടികൾ അങ്ങനെ പറഞ്ഞു. ചില വളരെ ചുരുക്കം കുട്ടികൾ പറഞ്ഞു, സാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ലാസ്റ്റ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കുറച്ച് ടഫായത്, ബാക്കിയൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും എന്താക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നും യൂട്യൂബിൽ വന്ന് കമൻറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ, അവരത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. മക്കളെ, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, എക്സാം ടഫ് തന്നെയായിരുന്നു, അതിലൊന്നും സംശയമല്ല. ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ AK സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ മോഡൽ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കുറച്ചുകൂടി നേരത്തെ ആക്കുക, അല്ലെങ്കിൽ വാല്യുവേഷൻ ലിബറൽ ആക്കുക. ഈ ഒരു വാർത്ത നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ കുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആനുകൂല്യം ഗവൺമെന്റിന് ഇത് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കുട്ടികൾക്ക് മാനസികമായി പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കും ഇതിനുണ്ടാവുക. അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ഒന്നെങ്കിൽ വാല്യുവേഷൻ ഈസി ആവാം, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ ആവാം എന്ന രീതിയിലേക്ക്. അല്ലെങ്കിൽ റീടെസ്റ്റ് എന്ന് പറയുന്നതിനൊരു സാധ്യത വളരെ കുറവാണ്. അത് വളരെ ചുരുങ്ങിയ സാധ്യത മാത്രമേ റീടെസ്റ്റിനുള്ളൂ. എന്നാൽ ബാക്കി 2 കാര്യങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ്. എന്ത് തന്നെയായാലും നിങ്ങളുടെ നല്ലതിനാവട്ടെ, ഈ 3-ൽ ഏത് തന്നെയാണെങ്കിലും ഇത് നല്ലതിനാവട്ടെ, നിങ്ങളുടെ ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, രാപ്പകലുകളില്ലാതെ ഓരോ ക്ലാസ്സിലും ക്ലാസ് എടുത്ത ശേഷം 10-11 മണിക്കൂർ നിങ്ങൾക്ക് തൊണ്ട കയറി ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ്. നിങ്ങളുടെ ഓഫ്ലൈൻ ടീച്ചേഴ്സ് ആവട്ടെ ഓൺലൈൻ ടീച്ചേഴ്സ് ആവട്ടെ, അത്രയധികം എഫേർട്ട് എടുത്ത് ഉറങ്ങാതെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഒരിക്കലും നിങ്ങൾക്ക് ടഫ് ആവാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ല ഞങ്ങൾ തരുന്നത്. എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുമോ, എത്രത്തോളം വൈഡ് ഏരിയയിൽ ചോദിക്കാൻ പറ്റുമോ അത്ര രീതിയിൽ ഞങ്ങൾ ഡീപ്പിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ മുകളിലൂടെയായിരുന്നു നമ്മുടെ ഈ ചോദ്യ പേപ്പർ വന്നത്, പല ചോദ്യങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഇനിയും എന്നും കൂടെ ഉണ്ടാകും. നിങ്ങളെ പറ്റുന്ന അത്ര ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങളെ കൊണ്ടാവുന്ന രീതി ഞങ്ങൾ ഇനിയും എഫേർട്ട് എടുക്കും. കാരണം സൈലത്തെ വിശ്വസിച്ച് ഒരുപാട് കുട്ടികളുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പല കുട്ടികൾക്കും A+ കിട്ടുമെന്ന പ്രതീക്ഷ വരെ നൽകിയത് നമ്മുടെ ക്ലാസ്സുകളായിരിക്കും. അത്രയധികം പ്രതീക്ഷയോടുകൂടി പോയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മക്കളെ, പേടിക്കേണ്ട. എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കൾ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകയാണെങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന അത്ര ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ വിദ്യാഭ്യാസ വകുപ്പിനോട്: ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡൻസ്. മക്കളെ, എന്നും നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ, നിങ്ങളുടെ വാല്യുവേഷൻ ഈസി ആവട്ടെ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഏറെ നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാ ഫ്രം സൈലന്റ് ലേണിംഗ്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.